വി എസ് വിടവാങ്ങിയതറിഞ്ഞ് നെഞ്ചുലഞ്ഞ് ടെലിവിഷന് മുന്നിൽ നിന്ന് മുഷ്ടി ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന സരോജിനി കൊച്ചുനാരായണൻ എന്ന 90 വയസ്സുകാരി വി എസ് പകർന്ന വിപ്ലവ വീര്യത്തിന്റെ നേർചിത്രമാണ്. സരോജിനി അമ്മ നമുക്കൊപ്പമുണ്ട്. ഇന്നലെ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ വി എസിന് യാത്ര പറഞ്ഞിരുന്നല്ലോ, അതെല്ലാവരും അത് പങ്കുവച്ചിട്ടുണ്ട്. CPM നേതാക്കളൊക്കെ എങ്ങനെ ആ ചിത്രം വന്നത്? വി എസ് പോയ പ്രയാസത്തിന് ഞാൻ യാത്ര പറഞ്ഞതാണ്. അമ്മ സമരത്തിനൊക്കെ പോകുമായിരുന്നോ? സമരത്തിന് പോയിട്ടുണ്ടോ? ആ, പോയിട്ടുണ്ട്. എവിടേക്കാ പോയി? എല്ലാ പ്രാവശ്യവും മാരാരിക്കുളത്തും വെയിലാച്ചും പോകും. ഇപ്പൊ പ്രായമായിട്ടാണ് പോകത്ത്. എന്റെ കൊച്ചുനാൾ മുതൽ ഞാൻ പാർട്ടിയിലാണ്. എന്റെ കുടുംബം പാർട്ടി കുടുംബമാണ്. അത് വി എസിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ സമരത്തിനൊക്കെ പോയിരുന്നത്? വി എസിനോടുള്ള ഇഷ്ടം കൊണ്ട് കൂടിയാണോ സമരത്തിന്? അമ്മയ്ക്ക് ആരായിരുന്നു വി എസ്? വി എസ് നല്ല മനുഷ്യൻ, നല്ലൊരു നേതാവ് ആയിട്ട് മന്ത്രിയായിട്ടിരുന്നില്ലേ. എല്ലാവർക്കും നല്ലതേ ചെയ്തുള്ളൂ. ഈ അമ്മ സരോജിനി അമ്മയുടെ മകൾ ചന്ദ്രികയാണ്. അമ്മ വി എസിനോട് ചെറുപ്പം മുതലേ വി എസിനോട് വലിയ ആരാധനയുള്ള ആളായിരുന്നു അല്ലേ? അയ്യോ, ഭയങ്കര ഇഷ്ടമായിരുന്നു വി എസിനോട്. വി എസ് എന്ന് പറയുമ്പം തന്നെ ഭയങ്കര ഇതാണ്. എവിടെയെല്ലാം പ്രസംഗിക്കാൻ പുള്ളി വരുമെങ്കിലും അവിടെയൊക്കെ ആ സ്ഥലത്തുണ്ടാവും. അപ്പൊ ഫ്രണ്ട് വശം കാണും. അങ്ങനെ വി എസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ പോകുമായിരുന്നു. വി എസിന്റെ ഒക്കെ പ്രചരണത്തിനൊക്കെ തിരഞ്ഞെടുപ്പ് മാരാരിക്കുളത്ത് മത്സരിച്ച സമയത്ത് ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. വി എസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു. ഇവിടെ ഇവിടുത്തെ LC മെമ്പറാണ്. ഇവിടെ ഞങ്ങൾ പിരിവിനൊക്കെ വരുമ്പോൾ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആദ്യം തിരക്കുന്ന വി എസിനെയാണ്. ഒരുപാട് കാര്യങ്ങൾ വയ്യാതിരുന്നപ്പോഴും പോകുന്ന മനുഷ്യൻ അതായിരുന്നു ഇവിടെയുള്ള. വി എസ് കഞ്ഞിക്കുഴിയിൽ വന്നിട്ട് വയ്യാതിരുന്നിട്ട് വന്ന് വയ്യാതെ നടക്കാൻ പോലും വയ്യാത്ത ആ അവസ്ഥയിലും പോയി കണ്ടതാണ്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ തവണ മാത്രമാണ് മാരാരിക്കുളത്തോ വയലാറോ ഒന്നും വാരാചരണത്തിന് പോകാതിരുന്നിട്ടുള്ളത്. ഇപ്പോൾ 90 വയസ്സായി. 89 വയസ്സ് വരെ ഈ വാരാചരണത്തിന് എല്ലാത്തിനും പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ സങ്കടം എന്ന് പറഞ്ഞാൽ വി എസിന് അവസാന സമയത്തൊന്നും ഈ പറഞ്ഞ വാരാചരണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആ പ്രസംഗമൊന്നും അമ്മക്കും കേൾക്കാൻ പറ്റിയിട്ടില്ല. വി എസിന്റെ പ്രസംഗമൊക്കെ അമ്മ കേൾക്കുമായിരുന്നോ? എല്ലാ സ്ഥലത്തും പോകുമായിരുന്നു. എല്ലാ ആണ്ടിലും പോകും. മാരാരിക്കുളത്തും വെയിലാച്ചും. അല്ലാതെ എല്ലാ സ്ഥലത്തും നമ്മുടെ പാർട്ടിയുടെ സമ്മേളനം ഉണ്ടെങ്കിൽ പോണതാണ് ചെറുപ്പം മുതലേ. വി എസ് ഇപ്പം പോയി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോ അമ്മയ്ക്കത് വലിയ സങ്കടമായോ, വലിയ ശൂന്യതയാണോ ഫീൽ ചെയ്യുന്നത്? വി എസും പോയെന്നറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇന്നലെ ആ സമയത്തുമൊക്കെ രാത്രിയൊക്കെ ഓർത്തോർത്ത് വിഷമായിരുന്നു. ഇപ്പോഴും തീർന്നിട്ടില്ല. നല്ല മനുഷ്യനായിരുന്നു. പോയില്ലേ, ഇനി സങ്കടപ്പെട്ടിട്ട് എന്തിന്? അതുപോലെ ഇനി വല്ലവരും വന്നു ചേരുവോ? വി എസിനെ പോലെ അറിയാം. കരളെ വി എസ്, കണ്ണേ 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 കരളെ വി എസ്. വിപ്ലവ സൂര്യൻ മറഞ്ഞാലും ഈ സമരവീര്യം ഇവിടെ നിന്നുമായില്ല. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.